പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അതിരാവിലെ ഉണർന്ന് അങ്ങയുടെ മക്കള് അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ തിരുവചനത്തിന്റെ വാഗ്ദാനങ്ങളും അങ്ങയുടെ ശക്തിയും അങ്ങയുടെ സഹായവും നൽകി അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങ് സ്വീകരിക്കുവാൻ തീരുമാനസായിക്കൊണ്ടാണല്ലോ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് അങ്ങ് ഞങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദിവസങ്ങളില് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ മക്കള് പരിശുദ്ധാത്മാവിനാൽ സഹായിക്കപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട് അനുസ്മരിപ്പിക്കപ്പെട്ട് പരീക്ഷ എഴുതട്ടെ. പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങളുടെ മക്കളുടെ എല്ലാ മേഖലകളും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആരോഗ്യത്തിലും ധൈര്യത്തിലും ശക്തിയിലും കൃപയിലും സ്വർഗത്തിലെ സഹായത്തോടെ പരീക്ഷ എഴുതുവാനും ഉന്നതമായ വിജയം കൈവരിക്കുവാനും ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരുസന്നിധിയില് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങൾക്കും സൗഖ്യത്തിനും വിടുതലിനും വിജയത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. നിർവസിക്കുന്ന വീടിരിക്കുന്ന മണ്ണ്, സാമ്പത്തിക മേഖല, ജോലി മേഖല, ആരോഗ്യ മേഖല, മക്കളുടെ പഠനം എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമുക്ക് ഈശോ തന്നിരിക്കുന്ന വചനം പ്രഭാഷണ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനമാണ്. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. പ്രിയപ്പെട്ട മക്കളെ, ദൈവമായ കർത്താവ് എന്നോട് പറയാണ്, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സഹായവും നൽകുവാൻ എപ്പോഴും തിരുമനസ്സായ ദൈവമാണ് നമ്മുടെ ദൈവം. എന്തിനു സഹായിക്കുന്നു? നമുക്ക് പഠിക്കാൻ, ജോലി ചെയ്യാൻ, സമ്പാദിക്കാൻ, മുന്നോട്ട് പോകാൻ, സ്നേഹിക്കാൻ, എന്തിനും ഏതിനും. രോഗാവസ്ഥയില്, സാമ്പത്തിക ഞെരുക്കത്തില്, ഒത്തിരിയേറെ വഴിതെറ്റി പോകുന്ന മേഖലകളില്, ചില പെട്ടുപോയ കെണികളില്, എന്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കാൻ കർത്താവ് എപ്പോഴും സന്നദ്ധനാണ്, നമ്മെ സഹായിക്കുന്നവനാണ്. രണ്ട് കാര്യങ്ങളെ പറഞ്ഞ് ആശ്രയിക്കുക, പ്രത്യാശ വയ്ക്കുക. അതോടൊപ്പം തന്നെ പറഞ്ഞുകൊണ്ട് നേരായ മാർഗത്തിലൂടെ ചരിക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കള് എപ്പോഴും കർത്താവിനെ ആശ്രയിക്കുന്ന മക്കളായിട്ട്, കർത്താവിൽ പ്രത്യാശ വെച്ച് നിരാശപ്പെടാതെ ഉറച്ച അടിസ്ഥാനത്തില് കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല, ആ ഒരു അടിസ്ഥാനത്തില് ഭയങ്കര കരുത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകണം. അങ്ങനെ പോകുമ്പോ കർത്താവ് നമ്മുടെ മക്കളെ സഹായിക്കും. നമ്മുടെ മക്കളും നമ്മളും എപ്പോഴും കർത്താവിൽ സഹായം തേടട്ടെ, കർത്താവിൽ ആശ്രയിക്കട്ടെ, കർത്താവിൽ പ്രത്യാശ വയ്ക്കട്ടെ. അപ്പൊ നമുക്കൊരിക്കലും ഭയം ഉണ്ടാവില്ല. ഇന്ന് ദിവസങ്ങളിൽ കുറെ മക്കള് പരീക്ഷ പേടിച്ച് പനി പിടിക്കുന്നു, പേടിച്ച് ആകെപ്പാടെ പഠിച്ചതൊക്കെ മറന്നു പോകുന്നു, പഠിക്കാൻ പറ്റുന്നില്ല, ടെൻഷൻ. കർത്താവിനെ അറിഞ്ഞ് കർത്താവിന്റെ മക്കള് കർത്താവിൽ ആശ്രയിച്ച് കർത്താവിനാൽ സഹായിക്കപ്പെട്ട് കർത്താവിൽ പ്രത്യാശ വെച്ച് കരുത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ. അതിനു വേണ്ട ഒരു അഭിഷേകം, ഇതിനും അഭിഷേകം വേണം, വരം വേണം, വിശ്വാസം വരം. ഇതിനു വേണ്ടി നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മുടെ മക്കൾ ഈ ദിവസങ്ങളൊക്കെ ഒത്തിരിയേറെ പരീക്ഷ എഴുതുമ്പോ നമ്മുടെ മക്കള് കർത്താവിന്റെ മക്കളാണെന്നുള്ള തിരിച്ചറിവോടെ, പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെന്നുള്ള തിരിച്ചറിവോടെ കർത്താവിനെ ആശ്രയിച്ച് സഹായം തേടി പ്രത്യാശ വെച്ച് ഭയങ്കരമായ കരുത്തോടെ ഈ പരീക്ഷകളൊക്കെ എഴുതട്ടെ. അങ്ങനെ എപ്പോഴും പരീക്ഷ മാത്രമല്ല, അതിനുശേഷവും കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ പ്രത്യാശ വെച്ച് കർത്താവുമായുള്ള ബന്ധത്തിൽ
വീണ്ടും വീണ്ടും പറയാണ്, കർത്താവിനാൽ സഹായിക്കപ്പെട്ട് നമ്മുടെ മക്കളെ മുന്നോട്ട് പോയാൽ നമ്മുടെ മക്കളെ തടസ്സപ്പെടുത്താൻ പറ്റുമോ? ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റില്ല. ഒരു പരീക്ഷയ്ക്കോ, ഒരു ഇന്റർവ്യൂവിനോ, ഒരു വ്യക്തിക്കോ, ഒരു പാർട്ടിക്കോ, ഒരു വ്യക്തിക്കോ, ഒരു ആഭിചാര്യത്തിനോ, ഒരു തിന്മയുടെ സ്വാധീനങ്ങൾക്കോ കർത്താവിൽ ആശ്രയിക്കുന്നവനെ, കർത്താവ് സഹായിക്കുന്നവനെ, കർത്താവിൽ പ്രത്യാശ വച്ചിരിക്കുന്നവനെ തടസ്സപ്പെടുത്താനോ തകർക്കാനോ കഴിയത്തില്ല. യെശയ്യാ 40:30 കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. ഓടിയാൽ അവൻ തളരില്ല, നടന്നാൽ ക്ഷീണിക്കത്തില്ല. ഈ അഭിഷേകം കർത്താവ് നമുക്കും നമ്മുടെ മക്കൾക്കും നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിലൂടെ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. തീർച്ചയായിട്ടും നമ്മെ തടസ്സപ്പെടുത്താൻ ആർക്കും പറ്റില്ല. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, സർവശക്തനായ പിതാവിന്റെ മക്കള്, ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ മക്കള്. ആ മക്കളുടെ കരുത്തോടെ, ശക്തിയോടെ, എപ്പോഴും എന്തിനും ഏതിനും ആ ദൈവത്തിൽ ആശ്രയിച്ച്, ആ ദൈവത്തിൽ പ്രത്യാശ വെച്ച് സഹായിക്കണേ വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, നമ്മെ കൈവിടാത്തവനാണ്. കർത്താവ് നമുക്ക് വിജയം തരും, നമ്മുടെ മക്കൾക്കും വിജയം കൊടുക്കും. മക്കളോടും പറഞ്ഞു കൊടുക്കണം ഈ വചനം കേട്ടോ. അങ്ങനെ മക്കളും കർത്താവിൽ ആശ്രയിക്കട്ടെ, കർത്താവിൽ പ്രത്യാശ വയ്ക്കട്ടെ, ആ ഒരടിസ്ഥാനത്തിൽ പഠിക്കട്ടെ, പരീക്ഷ എഴുതട്ടെ, മുന്നോട്ട് പോകട്ടെ. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ ഇന്ന് ആരാധന പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നമ്മുടെ മക്കളെയും നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കലും വെച്ച പറയാണ്, ശുശ്രൂഷ അനേകം പേർക്കൊക്കെ പങ്കുവെച്ചു കൊടുക്കുക. ഉന്നതമായ അഭിഷേക ശക്തി നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്ത ധ്യാനത്തിന് വേണ്ടിയൊക്കെ നമ്മൾക്ക് ഇനി വെക്കേഷനൊക്കെ വരികയാണ്. ധ്യാനത്തിൽ പങ്കെടുക്കാത്ത മക്കളും പങ്കെടുത്തവരും വീണ്ടും വീണ്ടും കർത്താവിന്റെ കൂടെ വാരാന്ത്യ ധ്യാനമില്ല മക്കളെ. വെള്ളിയാഴ്ച വൈകിട്ട് വരുന്നു, ഞായറാഴ്ച വൈകിട്ട് തിരിച്ചു പോകുന്നു. 2 ദിവസം ഈശോയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും ശക്തീകരിക്കാനും നമ്മെ തന്നെ വീണ്ടും ജ്വലിപ്പിക്കാനും. ഏതെങ്കിലും പൈശാചിക സ്വാധീനങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കുടുംബത്തിൽ നിന്നും, പാരമ്പര്യത്തിൽ നിന്നും, വ്യക്തി ജീവിതത്തിൽ നിന്നും, പ്രിയപ്പെട്ടവരിൽ നിന്നും ബന്ധിച്ച് ബഹിഷ്കരിച്ച് കൃപയുടെ അഭിഷേകത്താല് ദൈവൈക്യത്തിൽ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ശക്തീകരണ വിടുതൽ ധ്യാനമാണ് നമ്മുടെ ഇവിടുത്തെ ധ്യാനം. നിങ്ങൾ എല്ലാവരും ക്ഷണിക്കാണ്. അനേക മക്കൾക്ക് പകർന്നു കൊടുക്കണം, പരിചയപ്പെടുത്തി കൊടുക്കണം. നിങ്ങളെ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അതൊരു വലിയൊരു ദൈവിക ശുശ്രൂഷയാണ്. ക്രൂശിതലിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര രഹസ്യവും മഹത്വത്തിന്റെ സമ്പന്നതയും സ്വന്തമാക്കിയെടുക്കാൻ കർത്താവ് നമുക്ക് നൽകുന്ന വലിയ ഭാഗ്യമാണ് ശക്തീകരണ വിടുതൽ ധ്യാനം. നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയിൽ പങ്കുചേർന്ന് അനേക മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കുകയും അനേക മക്കളെ ഈ ധ്യാനകേന്ദ്രം പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയോട് കൂടിയായിരിക്കാം. ഈശോ നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, അങ്ങ് എപ്പോഴും ഞങ്ങളെ അങ്ങയോട് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് ഞങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ തിരുവചനത്തിലൂടെ വലിയ പ്രത്യാശയിലേക്കും വലിയ ഉറപ്പിലേക്കും അതിലൂടെ ധൈര്യത്തിലേക്കും അങ്ങ് ഞങ്ങളെ ആനയിക്കുന്നു. അങ്ങ് ഇന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. ഈശോയെ, അങ്ങയുടെ വലിയൊരു വാഗ്ദാനമാണത്. അങ്ങയിൽ പ്രത്യാശ വച്ചാൽ, അങ്ങയിൽ ആശ്രയിച്ചാൽ അങ്ങ് ഞങ്ങളെ സഹായിക്കും. കർത്താവെ, അങ്ങയുടെ വലിയ വാഗ്ദാനത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പരീക്ഷാ സമയത്ത്, ഈ നോമ്പുകാലത്തില് ഞങ്ങളുടെ മക്കള് ഞങ്ങള് അങ്ങയിൽ ആശ്രയിച്ച് അങ്ങയിൽ പ്രത്യാശ വച്ച് കർത്താവെ പഠിക്കാനും ജീവിക്കാനും ഇടയാകട്ടെ. അങ്ങ് ഞങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വലിയ വാഗ്ദാനം അനുഭവിക്കത്തക്ക വിധത്തിൽ അങ്ങയെ ആശ്രയിക്കുവാനും അങ്ങയിൽ പ്രത്യാശ വയ്ക്കുവാനും ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. ഈ സമയത്ത് പഠിക്കുന്ന മക്കളെയൊക്കെ ഒന്ന് ഈശോയോട് ചേർത്ത് പിടിച്ച്, കർത്താവ്, ഞങ്ങളുടെ മക്കൾ പഠിക്കുകയാണ്, പരീക്ഷ എഴുതുകയാണ്, ഒത്തിരി പേടി, പല മക്കൾ പല പല രോഗങ്ങള്, തടസ്സങ്ങള്. കർത്താവ്, ഞങ്ങളുടെ മക്കൾ നിരാശപ്പെടാതെ അങ്ങയിൽ ആശ്രയിക്കട്ടെ, അങ്ങയിൽ പ്രത്യാശ വയ്ക്കട്ടെ. അങ്ങയുടെ സഹായം അനുഭവിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് ഇടയാക്കണമേ.
അങ്ങയുടെ വലിയ കരുണയാല്, അങ്ങയുടെ വലിയ കൃപയാല് കർത്താവെ, അങ്ങയുടെ സഹായം അനുഭവിച്ച് പഠിക്കാനും പരീക്ഷ എഴുതാനും അത് കാണാനുമുള്ള ഭാഗ്യം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. അത് ഞങ്ങളുടെ മക്കളെ അങ്ങയിൽ കൂടുതൽ ആശ്രയിക്കാനും അങ്ങയിൽ പ്രത്യാശ വയ്ക്കാനും അങ്ങയോടുകൂടെ മുന്നോട്ട് പോകാനും അങ്ങയുടെ സഹായത്തിൽ മുന്നോട്ട് പോകാനും ഇടയാക്കുമല്ലോ. പ്രാർത്ഥിക്കും മക്കളെ, കർത്താവിന്റെ സഹായം അനുഭവിക്കാനുള്ള കൃപ ഭാഗ്യം നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ മക്കള് ഈശോയിൽ ആശ്രയിക്കാൻ വേണ്ടി അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഈശോയിൽ പ്രത്യാശ വയ്ക്കാൻ വേണ്ടി അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ മക്കൾ അങ്ങയിൽ എപ്പോഴും ആശ്രയിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ അങ്ങയിൽ പ്രത്യാശ വയ്ക്കട്ടെ. അങ്ങയുടെ വചനം സംഭവിച്ചുകൊണ്ട് അങ്ങയുടെ സഹായത്താൽ ഉന്നതമായ വിജയം കൈവരിക്കുവാൻ എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ ഈ കോട്ടകൾ ചാടിക്കടുക്കും. കർത്താവെ, ആ വലിയ സഹായം അനുഭവിച്ചുകൊണ്ട് പരീക്ഷ പാസ്സാക്കാൻ, പരീക്ഷ എഴുതാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച മക്കളെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവല്ലേ പറഞ്ഞ് നമ്മളെ സഹായിക്കുമെന്ന്. കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സഹായിക്കണമേ. ഈശോയെ, പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് സഹായിക്കണം, അനുഗ്രഹിക്കണം. രോഗത്തില്, വേദനയില്, സാമ്പത്തിക തകർച്ചയില്, ഒത്തിരിയേറെ തടസ്സങ്ങളില്, പ്രതിസന്ധികളില്, പൈശാചിക പീഡകളില്, കർത്താവ് മക്കളുടെ പരീക്ഷയില്, മുന്നോട്ടുള്ള യാത്രയില്, എന്തിനും ഏതിനും എല്ലാറ്റിനും കർത്താവെ, അങ്ങ് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സഹായിക്കണമേ. ധ്യാനത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് സഹായിക്കണമേ. കാർമൽ ധ്യാന കേന്ദ്രത്തെ അങ്ങ് സഹായിക്കണമേ. എല്ലാവരെയും എല്ലാറ്റിനെയും അങ്ങ് സഹായിക്കണം. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ പ്രാർത്ഥനകൾക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ സഹായം ആശീർവാദത്തിലൂടെ അറിയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവെ, എല്ലാ ദിവ്യവരങ്ങളും ചിന്തി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സഹായിച്ച് അങ്ങയിലുള്ള ആശ്വാസവും പ്രത്യാശയും കണ്ടെത്തിക്കൊണ്ട് ജീവിക്കുവാൻ, അനുഭവിച്ച് മുന്നോട്ട് പോകാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.